Next topic, file handling. എന്താണ് ഒരു ഫയൽ എന്ന് പറയുമ്പോൾ? A file is a stored information so that we are able to access it, we are able to use it whenever we want. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തുമാവട്ടെ അതിനെ നമ്മളൊരു ഫയലാക്കിയിട്ട് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഫയൽ എന്ന വാക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ പൈത്തണിലൂടെയാണ് നമ്മൾ ആ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് സേവ് ചെയ്ത് വെക്കുകയാണ് പെർമനൻ്റ് ആയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കപ്പോൾ ആവശ്യത്തിനനുസരിച്ച് അതിലേക്ക് മോഡിഫിക്കേഷൻസ് വേണമെങ്കിൽ നടത്താം. അതുപോലെ നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാനും, അതേപോലെ അതിലെന്തെങ്കിലും നമുക്ക് പുതിയതായിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാനും എല്ലാം നമുക്ക് സാധിക്കുന്നു. സോ ലെറ്റ് us have the advantages of file handling. The first one, to store the data in organized manner. നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ക്ലാസ്സിലെ കുട്ടികളുടെ മുഴുവൻ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി ഷുഡ് ഓർഗനൈസ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് വി ആർ ഏബിൾ ടു സ്റ്റോർ ഇറ്റ് ആൻഡ് പ്രസന്റ് ഇറ്റ് ഇൻ എ വെരി എഫിഷ്യൻറ്റ് മാനർ. Second one, to search or modify. If we want to search something, if we want to make the modifications. For example, നമ്മൾ എഴുതുന്ന പേര് അല്ലെങ്കിൽ നമ്മൾ എഴുതിയ ഡേറ്റയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് മാറ്റാൻ സാധിക്കുന്നു. To store the data permanently. നമ്മളത് കറക്റ്റായിട്ട് നമ്മളുടെ ഒരു ഹാർഡ് ഡിസ്കിലേക്ക്, അതല്ലെങ്കിൽ നമുക്ക് ഏതൊരു സ്റ്റോറേജ് മീഡിയ ആണോ യൂസ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. To access faster. നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ if we know what is the file which we have stored and what type of file it is, what is the name given to the stored data, അങ്ങനെ നമുക്ക് ഓരോ ഫയലിൻ്റെ പേരുകളും എല്ലാം നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്കത് ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഫയൽ ഹാൻഡ്ലിങ്ങിലെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ എന്താണ്? ഫസ്റ്റ് തന്നെ ഒരു ഫയൽ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് വർക്ക് ചെയ്യിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് ഓപ്പൺ ദ ഫയൽ. ഒരു ഫയൽ തുറക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദ കണ്ടൻസ് ടു ദ ഫയൽ. ഫയൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻസിനെ നമ്മൾ അതിലേക്ക് റൈറ്റ് ചെയ്യണം. അപ്പോൾ റൈറ്റിംഗ് ദ ഡേറ്റ ഈസ് ദ ഫസ്റ്റ് പ്രോസസ് ഹിയർ. ആ റൈറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ഓൾറെഡി അത് പെർമനൻ്റ് ആയിട്ട് അവിടെ സേവ്ഡ് ആക്കി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റീഡ് ചെയ്യാം. So first come writing process so that you are able to create a file. Then come reading process so that you are able to read what all contents you have already stored in it. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ക്ലോസ് ദ ഫയൽ. നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ ഫയൽ ക്ലോസ് ചെയ്യണം. ഇതാണ് ബേസിക് ആയിട്ട് നടക്കുന്ന ഫയൽ ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി, ഇറ്റ് ക്യാൻ ബി എനി ടൈപ്പ് ഓഫ് ഡാറ്റ, അത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു ഫയൽ എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു സ്റ്റോർ ഇറ്റ് ഇൻ ആൻ ഓർഗനൈസ്ഡ് മാനർ. വി ഷുഡ് ഹാവ് എ പ്ലാൻ. ഹൗ ആർ വി ഗോയിങ് ടു ഓർഗനൈസ് ദ ഡാറ്റ ആൻഡ് ഹൗ ആർ വി ഗോയിങ് ടു സ്റ്റോർ ഇറ്റ് so that we are able to store it permanently and we can access it whenever we need. Next topic, opening and closing files. നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഫയലിലേക്ക് വേണ്ട കണ്ടൻസിനെ എങ്ങനെയാണ് അതിനകത്തേക്ക് നമ്മൾ ഫീഡ് ചെയ്യുക എന്നാണ് ആദ്യം പഠിക്കാനുള്ളത്. അതിനായിട്ട് ഓപ്പൺ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു ഓപ്പൺ എ ഫയൽ ആൻഡ് ദെൻ ഓൺലി വി ആർ ഏബിൾ ടു ഡു ദ നെസസറി തിങ്സ്. അപ്പോൾ ആദ്യം തന്നെ ഓപ്പൺ ആണ് പ്രോസസ്. അത് കഴിഞ്ഞാൽ what all things you have to do like reading, writing or editing, any type of things can be done and then we are able to close the file. അപ്പോൾ ആ ഓപ്പൺ ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി we have got a function called open. ഈ ഓപ്പൺ ഫംഗ്ഷന്റെ സിൻടാക്സ് എങ്ങനെയാണ്? ഫയൽ ഒബ്ജക്റ്റ് is equal to open ഫയൽ നെയിം കോമ ആക്സസ് മോഡ് കോമ ബഫറിംഗ്. ദാറ്റ് ഈസ് ഓപ്പൺ എന്ന ഫംഗ്ഷനിൽ ഫയൽ നെയിം, നമ്മളൊരു ഫയലിന്റെ പേര് കൊടുത്തിട്ട് വേണം അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് യു ഹാവ് ടു ഡിസൈഡ് വാട്ട് നെയിം യു ആർ ഗോയിങ് ടു ഗിവ്. അത് കഴിഞ്ഞാൽ ആക്സസ് മോഡ് എന്ന് പറഞ്ഞാൽ വാട്ട് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി യു ആർ ഗോയിങ് ടു ഡു ഇൻ ദ ഫയൽ. ലൈക്ക് നമുക്ക് ഇപ്പോൾ റീഡിംഗ് ആണോ വേണ്ടത്, റൈറ്റിംഗ് ആണോ വേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് ഫയൽ മോഡുകൾ ഉണ്ട്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഫയൽ മോഡ് ഏതാണ് വേണ്ടതെന്നുള്ളത് യു ഹാവ് ടു ഡിസൈഡ്. അത് കഴിഞ്ഞാൽ വരുന്നത് ബഫറിംഗ്. എന്താണ് ബഫറിംഗ്? ബഫറിംഗ് മീൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ സ്റ്റോറേജ്. അപ്പോൾ അത് സ്റ്റോറേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ്സാണ് ബഫറിംഗ് എന്ന് പറയുന്നത്. ഇനി ലെറ്റ് us have an introduction about the file opening modes. എന്തൊക്കെയാണ് ഫയൽ മോഡുകൾ എന്ന് നോക്കാം.
ബേസിക്കലി നമുക്ക് വരുന്ന മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിംഗ് മോഡ്, അതേപോലെ റൈറ്റിംഗ് മോഡ്, പിന്നെ അതുപോലെ നമുക്ക് വരുന്ന മറ്റൊന്ന് അപ്പൻഡ് മോഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് റീഡിംഗ് മോഡ്? ദാറ്റ് ഈസ് യു ആർ ഏബിൾ ടു റീഡ് ദ കണ്ടൻസ് ഓഫ് ദ ഫയൽ. എന്താണ് റൈറ്റിംഗ് മോഡ്? യു ആർ നോട്ട് ഓൺലി ഏബിൾ ടു റീഡ് ബട്ട് ഓൾസോ ടു റൈറ്റ് ദ കണ്ടൻസ് ഇൻ ടു ദ ഫയൽ. റീഡിങ്ങും റൈറ്റിങ്ങും കൂടി പോസിബിൾ ആവുന്നു എന്നർത്ഥം. അപ്പൻ മോഡിൽ എന്താണ്ടാവണേ? ഓൾറെഡി യു മേ ബി ഹാവിംഗ് എ ലിസ്റ്റ് ഓഫ് കണ്ടൻസ് സ്റ്റോർഡ് ഇൻ ദ ഫയൽ. അറ്റ് ദ എൻഡ് യു ആർ ഏബിൾ ടു ആഡ് വാട്ട് ഓൾ തിങ്സ് യു നീഡ് ടു ആഡ്. അവസാനം നമ്മൾ എവിടെയാണോ കൊണ്ടുവന്ന് നിർത്തിയത് അവിടെ നമുക്ക് പുതിയ കണ്ടൻസിനെ ആഡ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് അപ്പൻ മോഡ്. ഇനി ഇതുപോലെ ഈ മോഡുകളെല്ലാം തന്നെ ടെക്സ്റ്റ് ഫയലിൽ മാത്രമല്ല ബൈനറി ഫയലിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആർ എന്ന് പറഞ്ഞാൽ റീഡ് മോഡാണ്. ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ റൈറ്റ് മോഡാണ്. ഡബ്ല്യു പ്ലസ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ്. എ എന്ന് പറഞ്ഞാൽ അപ്പൻഡ് മോഡാണ്. എ പ്ലസ് എന്ന് പറഞ്ഞാൽ അപ്പൻഡ് ആൻഡ് റീഡിംഗ് ഓൾസോ. ഇനി അതിൻ്റെ തന്നെ എല്ലാത്തിൻ്റെയും ബൈനറി ആവുമ്പോൾ അതിലെല്ലാം നമ്മൾ ബി ആഡ് ചെയ്തു. ആർ ബി, ഡബ്ല്യു ബി, എ ബി അങ്ങനെ വരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഫയൽ മോഡ്സ്. അപ്പോൾ ഫയൽ മോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ആ ഫയലിലേക്ക് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ വെച്ചാൽ യു ആർ നോട്ട് ഏബിൾ ടു റൈറ്റ് എനിത്തിങ് ടു ഇറ്റ്. ബട്ട് ഇഫ് യു ഹാവ് ദ റൈറ്റ് പെർമിഷൻ യു ആർ ഏബിൾ ടു റീഡ് ആസ് വെൽ ആസ് റൈറ്റ് ദ കണ്ടൻസ് ടു ഇറ്റ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ, പ്രത്യേകിച്ചും ഓപ്പൺ ഫംഗ്ഷൻ എഴുതുമ്പോൾ, യു ക്യാൻ ഡിസൈഡ് വാട്ട് ടൈപ്പ് ഓഫ് ഫയൽ മോഡ് ആർ യു നീഡഡ് ടു റൈറ്റ് ദിസ് പെർട്ടിക്കുലർ ഫയൽ. അപ്പോൾ ആ ഫയലിലേക്ക് റൈറ്റിംഗ് ആണോ വേണ്ടത്, റീഡിംഗ് ആണോ വേണ്ടത്, അതെല്ലാം നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം.